വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ ബീഫ് വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3/4 കിലോ ബീഫ് എടുത്തിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകും വേണം. അപ്പോൾ ഒരു 2 തക്കാളിയും 2 സബോള എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1-2 തണ്ട് കറിവേപ്പിലയും 2-3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സബോള ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തതാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ആദ്യം. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് വേണം. തൈര് എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത തൈരാണ് നല്ലത്. അധികം പുളിയില്ലാത്ത ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിന് കൈ കൊണ്ട് തന്നെ നന്നായി ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. സബോളയും തക്കാളിയും ഒന്നും നമ്മൾ വാട്ടിയിട്ടല്ലല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒക്കെ നന്നായി ബീഫിൽ നന്നായി പിടിക്കണം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് ചെയ്താലേ അങ്ങനെ തന്നെ ആവുള്ളൂ. ഇപ്പോൾ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇത് ഓരോ ബീഫിൻ്റെ ഇതനുസരിച്ച് വേവ് മാറ്റം വരും. ഇപ്പോൾ ഒരു 5-6 വിസിൽ അടിച്ചിട്ട് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. അധികം ഉടഞ്ഞു പോവരുത്, വേവ് നോക്കുക. അപ്പോഴത്തേനും നമുക്ക് ഇനി ബീഫ് വേകുമ്പോഴത്തേനും കുറച്ച് അരി നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2 വലിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് കുറച്ച് നേരം വെള്ളം നന്നായി ആദ്യം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തിയെടുക്കുക. ഇനി നമുക്ക് ബീഫ് വെന്തോന്നൊന്ന് നോക്കി നോക്കാം. വിസിലൊക്കെ നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. ബീഫ് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറച്ചിച്ചോറാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇത് ഈ അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇത്തിരി വലിയൊരു പാത്രം വെച്ച് കൊടുക്കണം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത്ര തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. മസാല മുഴുവനോടുള്ള മസാല. ഇപ്പോൾ 2 പട്ടയും 2 ചെറിയ കഷ്ണം പട്ടയും 3 ഏലക്കായും ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശായിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ 2 വലിയ ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇരട്ടി വെള്ളം എന്ന് പറയുമ്പോൾ 4 ഗ്ലാസ് അരി വേണം. 4 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ അതിന് ഇപ്പോൾ ഇതിലൊരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ ആയിട്ടുണ്ടാവും. ഇനി ഒരു 3 ഗ്ലാസ് വെള്ളം കൂടെ ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ നേരത്തെ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3 ഗ്ലാസും കൂടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഓരോ അരിക്ക് അനുസരിച്ച് വേവും വെള്ളമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് അതിനനുസരിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ മൊത്തം 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം.
ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും അതിനേക്കാൾ കുറച്ച് കുറവ് പുതിന ഇലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് നമ്മൾ ബീഫിലേക്കുള്ള ഉപ്പെല്ലാം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ചോറിലേക്കുള്ള ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കണം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പുളി ഇത്തിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അധികമല്ല, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത അരി നന്നായി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല, എരി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചിപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരി ഇത്തിരി കുറവ് പോലെ തോന്നി, അപ്പോൾ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അരി ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ട് അരി വേവില്ല, ശരിക്കുള്ളൊരു പാകമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം, അത് അരി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, ഓരോ അരിയും പല വേവാണ്. അപ്പോൾ അതിനനുസരിച്ചൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടായോന്ന്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട്, കുറച്ചും കൂടെ അരി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ആകുമ്പോൾ ഇത് കറക്റ്റ് പാകം. ഇറച്ചിച്ചോറെന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചിയും ചോറൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൊരു പരുവത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ മുഴുവനായിട്ടും വറ്റി വന്നിട്ടുണ്ട്, ചോറും വെന്തിട്ടുണ്ട്. ഇതുപോലെ പതുക്കെ ഒന്ന് മേലെന്ന് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ട് മാത്രമല്ല ചിക്കനും മട്ടനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. ബിരിയാണിയുടെ പോലത്തെ ഒരു മസാല മണം, ഒരു എസൻസിൻ്റെ മണമൊന്നും ഇല്ലാത്തൊരു ചോറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.